മാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോയമാണ് ദി ഒഡീസി. ഒഡീസി എന്ന് പറയുന്ന ഫസ്റ്റ് പോയമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഒഡീസി എന്ന് പറയുന്നത് ഗ്രീക്ക് ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റഡീസ് വന്നിട്ടുള്ളതും ക്രിട്ടിക്കൽ അനാലിസിസ് ഒക്കെ വന്നിട്ടുള്ള വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയമാണ് ഒഡീസി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഹോമർ. ഇത് ഗ്രീക്ക് ലിറ്ററേച്ചറിലെ വർക്ക്സ് ആണ് ഒഡീസി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ സോ നമുക്ക് ആ പോയം നോക്കാം. നമുക്ക് ആ ഒരു പോയം എന്ന് പറയുമ്പോൾ വലിയൊരു എപ്പിക് ആണ്. എപ്പിക് എന്ന് പറയുമ്പോൾ കുറെ ലൈൻസിലെ ഒരു നോവലിന്റെ അത്രയും തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഒരു എപ്പിക് പോയം എന്ന് പറയുമ്പോൾ. പക്ഷെ നമുക്ക് നമ്മുടെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു 20 ലൈൻസ് ആണ്. ആ ഒരു എപ്പിക്കിന്റെ 20 ലൈൻസ് ആണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് പഠിക്കാനായിട്ട്. ഓക്കെ, so first of all I'll share my screen. One second. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ് മാം കാണുന്നുണ്ട്. Okay. So in today's class we're going to discuss the poem The Odyssey by Homer. അപ്പൊ ഹോമർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രീക്ക് പോയറ്റ് ആണ്. ഹീസ് നോൺ ആസ് എ ബ്ലൈൻഡ് പോയറ്റ്. ഓക്കെ, അപ്പൊ കാഴ്ച ശക്തി ഇല്ലാത്ത ഒരു പോയറ്റ് എന്നാണ്. നമുക്ക് കറക്റ്റ് ഹോമറിനെ പറ്റിയുള്ള കറക്റ്റ് എവിഡൻസ് അല്ലെങ്കിൽ അയാളുടെ ലൈഫ് സ്റ്റോറി ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ബട്ട് സ്റ്റിൽ ഉള്ള ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഹീസ് എ ബ്ലൈൻഡ് പോയിറ്റ്, ഒരു കാഴ്ചശക്തി ഇല്ലാത്ത പോയിറ്റ് ആണ്. പക്ഷെ ഗ്രീക്ക് ലിറ്ററേച്ചറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് എപ്പിക് പോയംസ് ആണ് ദി ഒഡീസിയും ദി ഇലിയഡും. ഇത് രണ്ടും എഴുതിയിട്ടുള്ളത് ഹോമർ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ലുക്ക് ഇൻടു ദി പോയിറ്റ് ഹോമർ. Homer was a blind poet who lived in the 8th or 9th century BCE and composed the epic poems Iliad and Odyssey. Iliad and Odyssey are the epic poems that are considered as the foundational works of Western literature. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഹോമർ ഒരു ബ്ലൈൻഡ് പോയറ്റ് ആണ്. 8th or 9th സെഞ്ചുറി BCE ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഏറ്റവും അതായത് വെസ്റ്റേൺ ലിറ്ററേച്ചറിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക്സ് ആണ് ഇലിയഡ് ആൻഡ് ഒഡീസി എന്ന് പറയുന്ന രണ്ട് എപ്പിക് പോയംസ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ എപ്പിക് പോയംസ്? സാധാ കവിതകളിൽ നിന്നും എപ്പിക് പോയംസ് എങ്ങനെയാണ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്? സാധാ ലൈക്ക് നോർമൽ പോയംസ് എന്ന് പറയുമ്പോൾ മേ ബി ലൈക്ക് ഒരു കൂടി പോയത് 30 ലൈൻസ് ഒക്കെയാണ് ഉണ്ടാവുള്ളൂ, അത് കൂടുതൽ ഉണ്ടാവില്ല. പക്ഷെ എപ്പിക് പോയംസ് എന്ന് പറയുമ്പോൾ അതിപ്പോ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ മഹാഭാരത, രാമായണ ഒക്കെ പറയുന്നത് എപ്പിക് ആണ്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഒരു ബുക്ക്, ഒരു നോവലിന്റെ അത്രയും ലൈൻസ് ഉള്ളതാണ് ഈ പറയുന്ന എപ്പിക് പോയംസ് എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, അതിനകത്തൊരു ഹീറോ ഉണ്ടാവും. ആ ഹീറോയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഹീറോ എങ്ങനെയാണ് ജീവിച്ചത്, അയാൾ മീൻസ് അയാളുടെ ജീവിത രീതി മുഴുവനായിരിക്കും ഈ എപ്പിക് പോയംസിൽ കൂടുതലായിട്ടും മെൻഷൻ ചെയ്യുന്നത്. Okay. The Iliad narrates the Trojan War, focusing on the hero Achilles, while the Odyssey follows the adventures of Odysseus as he tries to return home after the war. അപ്പൊ ഈ രണ്ട് ഇലിയഡിലും ഒഡീസിയിലും വരുന്നത് ട്രോജൻ വാറിനെ പറ്റിയാണ്. ട്രോജൻ വാർ എന്ന് പറയുന്നത് ഗ്രീക്കിൽ ഉണ്ടായിരുന്ന ഒരു കുറെ വർഷങ്ങളോളം നീണ്ടു നിന്നിരുന്ന ഒരു യുദ്ധമായിരുന്നു ട്രോജൻ വാർ. അപ്പൊ ഓക്കെ, ട്രോജൻ വാർ. അപ്പൊ ഇലിയഡിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് ദ ഹീറോ അഖില്ലസിനെ ആണെങ്കിൽ ഒഡീസിയിൽ ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് ഒഡീസിയസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ്. Next point, Homer's influence extends beyond literature, shaping the cultural and moral values of ancient Greece.
His works have been translated into numerous languages and continue to be studied and admired for their narrative brilliance and exploration of complex themes. അപ്പോൾ ഹോമറിന്റെ ഈ പറയുന്ന വർക്ക്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് ലിറ്ററേച്ചറിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ പോലും ഇത് ധാരാളം വേറെ ലാംഗ്വേജസിലേക്ക് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് കുറെ ലാംഗ്വേജസിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് എന്താണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഗ്രീക്കിൽ മാത്രം ഒതുങ്ങി നിന്നില്ല മറിച്ച് എല്ലായിടത്തേക്കും ആ ഒരു അത്രയും ഒരു ഗ്രേറ്റ് വർക്കായിട്ടാണ് ഹോമറിന്റെ ഇലിയഡ് ആൻഡ് ഒഡീസിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. So it's all about the author Homer. Now let's move on to the introduction of the. So Homer's Odyssey is composed of 24 books or chapters, which mean 12,109 lines. പറഞ്ഞല്ലോ 24 ബുക്സ് അല്ലെങ്കിൽ 24 ചാപ്റ്റേഴ്സ് അതായത് ഏകദേശം ഈ 12,000ഓളം ലൈൻസ് ഈ ഒരു എപ്പിക് പോയത്തിനുണ്ട്. Each book recounts a specific part of Odysseus' journey as he tries to return home after the Trojan War. These books cover various adventures, encounters with mythical creatures, and challenges that Odysseus faces on his long and arduous voyage. അപ്പോൾ ഈ ഒരു 24 ബുക്സിൽ മുഴുവനായിട്ടും പറയുന്നത് ഈ ഒരു ട്രോജൻ വാറിന് ശേഷം ഒഡീസിയസ് തന്റെ രാജ്യമായ ഇത്താക്ക എന്നാണ് ഒഡീസിയസിന്റെ കിങ്ഡത്തിന്റെ പേര്, രാജ്യത്തിന്റെ പേര് ഇത്താക്ക. അപ്പൊ ഇത്താക്ക എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് ആ ഒരു യുദ്ധത്തിന് ശേഷം 10-20 വർഷത്തിന് ശേഷമുള്ള ആ യുദ്ധത്തിന് ശേഷം തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരുന്ന വഴിയിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ, കുറെ ചലഞ്ചസ്, ഇതൊക്കെയാണ് ഈ പറയുന്ന 24 ബുക്സിലായിട്ട് മെൻഷൻ ചെയ്യുന്നത്. The epic Odyssey follows the adventure of Odysseus, the king of Ithaca, as he tries to return home after Trojan War. The epic begins with the aftermath of Trojan War. Odysseus has been far away for 10 years, and the story reveals the challenges faced by his wife Penelope and son Telemachus in his absence. During his journey home, Odysseus faces numerous challenges and adventures. He encounters the Cyclops, Polyphemus, the Enchantress Circe, and the Sirens. Each episode tests his wit, courage, and resourcefulness. He also travels to the underworld seeking guidance from the blind prophet Tiresias. There he encounters the spirits of the dead and gains insight into his future challenges. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ 24 ബുക്സിന് വേണ്ടിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഈ ഒരു ട്രോജൻ വാറിന് ശേഷം 10 വർഷത്തിന് ശേഷം തന്റെ സ്വന്തം രാജ്യമായ ഇത്താക്കയിലേക്ക് ഒഡീസിയസ് വരുന്നു. ആ വരുന്ന വഴിയിൽ അനുഭവിക്കേണ്ടി വരുന്ന കുറെ ചലഞ്ചസ്, അതുപോലെ തന്നെ വരുന്ന വഴിയിൽ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ബുക്ക് 20 പറയുന്നില്ല, ബട്ട് 24 ബുക്കുകളായിട്ട് ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, പിന്നെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫറ്റിനെ ടൈറീഷ്യസിനെ കാണാൻ പോകുന്നു. പിന്നെ പറയുന്നത് ഒഡീസിയസിന്റെ ഭാര്യ വൈഫ് എന്ന് പറയുന്നത് പെനലോപ്പ് എന്നാണ് പേര്, പെനലോപ്പ്. ഓക്കെ. സൺ മകന്റെ പേര് ടെലിമാക്കസ് ആണ്. അപ്പൊ ഈ ഒഡീസിയസ് രാജ്യത്തില്ലാത്ത സമയത്ത് ഇവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെയും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ബുക്ക് 20 കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ പെനലോപ്പ് ആൻഡ് ടെലിമാക്കസ് അവരനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് ബുക്ക് 20 ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അതായത് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് 24 ബുക്സിലെ ബുക്ക് 20 ലൈൻസ് 1 to 20 ഇത്രയാണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 12,000 ലൈൻസില് ആ ഒരു ബുക്ക് 20ാമത്തെ ബുക്കിലെ ഫസ്റ്റ് 20 ലൈൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. Later in Ithaca, a group of suitors is competing for Penelope's hand in marriage, believing Odysseus to be dead. Telemachus, inspired by Athena, sets out on a journey to seek information about his father. With the help of goddess Athena, Odysseus finally returns to Ithaca in disguise. He reveals himself to his son and forms a plan to reclaim his household from the suitors. അപ്പോൾ ഒഡീസിയസ് ഇല്ലാത്ത സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത്താക്കയില് ദ കിങ്ഡം ഓഫ് ഇത്താക്കയിൽ കുറെ രാജ്യത്തു നിന്നും കുറെ ആൾക്കാര് വന്നിട്ട് ഒഡീസിയസിന്റെ വൈഫാണ്
പെനലോപ്പിനെ പറഞ്ഞല്ലോ. അപ്പൊ ഈ പെനലോപ്പിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ രാജ്യത്ത് ഈ രാജാക്കന്മാരോ അല്ലെങ്കിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, പ്രിൻസ് അവരൊക്കെ വന്നിട്ട് പെനലോപ്പിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒഡീസിയസിന്റെ രാജകൊട്ടാരത്തിൽ ജീവിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതായത് അവിടുത്തെ റിസോഴ്സസും അവിടുത്തെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും ചൂഷണം ചെയ്തുകൊണ്ടും ഈ കുറെ സ്യൂട്ടേഴ്സ് അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. പക്ഷെ ഒഡീസിയസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവരെ ഒന്നും പറഞ്ഞു വിടാൻ ആർക്കും സാധിക്കുന്നില്ല. പെനലോപ്പിനും സാധിക്കുന്നില്ല, മകനായിട്ടുള്ള ടെലിമാക്കസിനും സാധിക്കുന്നില്ല. പക്ഷെ ബട്ട് സ്റ്റിൽ ടുവേർഡ്സ് ദ എൻഡിലേക്ക് വരുമ്പോൾ ഗോഡസ് അധീന എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഗോഡാണ്. ഓക്കെ. ആ ഗ്രീക്ക് ഗോഡിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ഒഡീസിയസ് തിരിച്ചു വരുന്നതെന്നും ഒഡീസിയസ് ഉണ്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഈ പറയുന്നതിൽ നമുക്ക് പഠിക്കാനുള്ളത്. Odysseus, still in disguise, challenges the suitors to string his bow and shoot an arrow through 12 axes heads, a task only he can accomplish. He then reveals his identity and begins to eliminate the suitors with the help of Telemachus and loyal servants. Odysseus is reunited with his wife Penelope after an emotional and testing reunion. Their enduring love becomes a poignant element in the story. The epic concludes with the resolution of the conflicts in Ithaca. Odysseus, having proven his identity and prowess, restores order to his household and kingdom. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒഡീസിയസ് 10 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ തിരിച്ചു വരുമ്പോൾ തന്നെ ഇദ്ദേഹം ഡയറക്റ്റ് ആ കിങ്ഡത്തിലേക്ക്, രാജകൊട്ടാരത്തിലേക്ക് പോവാതെ ഇദ്ദേഹം ഒരു ഡിസ്ഗൈസിലാവുന്നുണ്ട്. ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ ഒരു വേഷം കെട്ടുന്നുണ്ട്. അതായത് ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരാളുടെ വേഷത്തിലാണ് ഒഡീസിയസ് വരുന്നത്. അതായത് എങ്ങനെയാണ് സിറ്റുവേഷൻ, തന്റെ രാജ്യത്തിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു രാജാവിന്റെ വേഷം മാറ്റി ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു ബെഗറിന്റെ വേഷത്തിലാണ് ഡിസ്ഗൈസ് ചെയ്ത് വരുന്നത്. എന്നിട്ട് എന്നെ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തന്റെ ഭാര്യയെ കല്യാണം കഴിക്കാനായിട്ട് കുറെ സ്യൂട്ടേഴ്സ് തന്റെ രാജകൊട്ടാരത്തിൽ എന്താണ് താമസിക്കുന്ന കാര്യം അറിയുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം ഒരു മത്സരം വെക്കുന്നു. അതായത് ഒരു അമ്പും വില്ലും കൊണ്ടിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു മത്സരം വെക്കുന്നു. പക്ഷെ അത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ ആർക്ക് മാത്രമാണ് കഴിയുള്ളൂ? ഒഡീസിയസിന് മാത്രമാണ് കഴിയുള്ളൂ. അപ്പൊ ബാക്കി എല്ലാവരും പരാജയപ്പെടുന്നവരെയൊക്കെ ആ ഒരു രാജകൊട്ടാരത്തിൽ നിന്ന് ഓടിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി യുണൈറ്റ് ചെയ്യുന്നു. ഒഡീസിയസും ഭാര്യയായിട്ടുള്ള പെനലോപ്പും മകനായിട്ടുള്ള ടെലിമാക്കസും ഹാപ്പിലി യൂണിയൻ ചെയ്യുന്നു അല്ലെങ്കിൽ റീയുണൈറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ ഒരു ബുക്കിൽ മെൻഷൻ ചെയ്യുന്ന ഏകദേശം എന്റെ ഒരു ബ്രീഫ് സമ്മറി. ഓക്കെ. ഇത്രയാണ് എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്കിനി നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന്റെ ലൈൻസ് അയച്ചിട്ടുണ്ട്. ബുക്ക് 20 ലൈൻസ് 1 to 20 നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരും എടുത്തിട്ട് നോക്കുക. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, ആ ലൈൻസ് ഒന്ന് വായിക്കാം. Think to me of the man, Muse, the man of twists and turns, driven time and again, of course, once he had plundered the hallowed heights of Troy. Many cities of men he saw and learned their minds. Many pains he suffered, heart sick on the open sea, fighting to save his life and bring his kingdom from disaster. Hard as he strove, recklessness of their own ways destroyed them all. The blind fool, they devoured the cattle of the sun, and the sun god blotted out the day of their return. Launched out on his story, Muse, daughter of Zeus, start from where you will sing for our time too. By now, all the survivors, all who avoided headlong death, were safe at home, escaped the wars and waves. But one man alone, his heart set on his wife and his return, Calypso, the bewitching nymph, the lustrous goddess, held him back deep in her arching caverns, craving him for a husband. Okay, ലൈൻസ് 1 to 20 ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ അനാലിസിസ്. സോ
Okay. The invocation to the muses, lines 1 to 10, the epic begins with an invocation to the muse, the goddess of inspiration. The poet seeks the muse's help in telling the story of Odysseus, indicating the divine nature of the narrative. അപ്പോൾ ഏത് ഫോർ എക്സാമ്പിൾ എല്ലാ ഗ്രീക്ക് എപ്പിക് പോയിംസും അവരുടെ ഒരു ട്രഡീഷൻ ആണ്. അതായത് ഈ എപ്പിക് പോയിംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഇൻവോക്ക് ചെയ്യും. ഇൻവോക്കേഷൻ ടു ദ മ്യൂസസ് എന്ന് പറഞ്ഞാൽ മ്യൂസസ് എന്ന് പറഞ്ഞാൽ ഒരു ഗോഡസ് ഓഫ് ഇൻസ്പിറേഷൻ എന്നുള്ളൊരു, അതായത് മ്യൂസ് ഗ്രീക്ക് ലിറ്ററേച്ചറിനെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രീക്ക് ട്രഡീഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മ്യൂസ് എന്ന് പറയുന്നത് ഒരു ഗോഡാണ്, ഗോഡസ് ആണ്. അതായത് ഗോഡസ് ഓഫ് ഇൻസ്പിറേഷൻ. ഇപ്പൊ എന്തെങ്കിലും പോയിംസോ സ്റ്റോറീസോ നോവൽസോ ഒക്കെ എഴുതണമെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ ആദ്യം തന്നെ ഈ പറയുന്ന മ്യൂസിനെ ഇൻവോക്ക് ചെയ്യും. ഇൻവോക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനെ പ്രാർത്ഥിക്കും. അതായത് എനിക്ക് നല്ലൊരു പോയം ഫിനിഷ് ചെയ്യാനുള്ള കഴിവ് നീ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇൻവൊക്കേഷൻ കൊടുത്തുകൊണ്ടാണ് പറയുന്ന എല്ലാ ഗ്രീക്ക് ലിറ്ററേച്ചറിലുള്ള വർക്ക്സും എപ്പിക് പോയിംസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെയും ഒഡീസിയിലും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹോമർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ മ്യൂസിനെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഓർത്തേക്കുക. കാരണം ഇത് ഇംഗ്ലീഷ് നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് വർക്കുകളിലൊന്നും ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. പക്ഷെ ഇത് ഒരു ഗ്രീക്ക് വർക്ക് ആയതുകൊണ്ടാണ്, ഗ്രീക്ക് എപ്പിക് പോയം ആയതുകൊണ്ടാണ് അങ്ങനെ ചേഞ്ച് ഉള്ളത്. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ, സെക്കൻഡ്, ഓക്കെ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യൻ ഡ്രാമാസ് ഒക്കെ എടുക്കുമ്പോൾ ചില സമയത്ത് അവര് ലോർഡ് ഗണപതി അതിനെ ഇൻവോക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, ലോർഡ് കൃഷ്ണ. അപ്പൊ അതൊക്കെ ഓരോരോ സ്ഥലത്തെ കൾച്ചറും ട്രഡീഷനുമായി ബന്ധപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്രീക്ക് ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ഗോഡസ് ഓഫ് ഇൻസ്പിറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് മ്യൂസിനെയാണ്. അപ്പൊ മ്യൂസിനെ ഇൻവോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മ്യൂസിനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നല്ലൊരു പോയം ഫിനിഷ് ചെയ്യാനുള്ള കഴിവ് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു ഒഡീസിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. The opening lines 11 to 20 establish Odysseus' prolonged absence after the Trojan War and hint at the challenges he faces on his journey home. The phrase "the man or muse" introduces Odysseus as the central figure, emphasizing his significance. അപ്പൊ ഈ ഒരു ബുക്ക് 20 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രോജൻ വാർ കഴിഞ്ഞു. അപ്പൊ ട്രോജൻ വാറിന് വേണ്ടിയിട്ട് ഒഡീസിയസ് തന്റെ കിങ്ഡമായ ഇഥാക്കയിൽ നിന്നും പോയിരിക്കുകയായിരുന്നു. അങ്ങനെ 10 വർഷത്തിന് ശേഷം ഇദ്ദേഹം തിരിച്ച് തന്റെ സ്വന്തം കിങ്ഡത്തിലേക്ക്, തന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്, ഇത്താക്കയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ അദ്ദേഹം വരുന്ന വഴിയിൽ അനുഭവിക്കേണ്ടി വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിന്റെ വരുന്ന വഴിയിൽ കുറെ ആൾക്കാർ മീറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. Book 1 of the Odyssey sets the stage. One second. Okay. Sets the stage for the epic and introduces key characters and themes. The epic begins with an invocation to the muse, a traditional element in ancient Greek epics. The gods gather on Mount Olympus to discuss Odysseus' fate. Athena pleads with Zeus to help Odysseus return home, setting the stage for divine intervention throughout the narrative. Telemachus, Odysseus' son, is introduced as a key character facing the challenge of his father's absence. He is frustrated by the presence of the suitors in his home and lacks the authority to confront them. Okay. അപ്പോ ഈ ബുക്ക് 1 എന്താണ് പറയുന്നത്? ഒഡീസി ബുക്ക് നമ്മൾ പഠിക്കുന്നത് ബുക്ക് 20 ആണ്. ബുക്ക് 1 പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു എപ്പിക്കിലേക്ക്. അതായത് എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ്, എന്തൊക്കെയായിരിക്കും ഇതിൽ വരുന്ന തീംസ് എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യുന്നത് ബുക്ക് 1 ഓക്കെ, എന്നിട്ട് ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് കുറെ ഡിവൈൻ ഇന്റർവെൻഷൻസ് വരുന്നുണ്ട്. എന്താണ് ഡിവൈൻ ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ? അതായത് കുറെ ഗോഡ്, കുറെ ദൈവം അല്ലെങ്കിൽ കുറെ ഗോഡസിന്റെ ഒരു ഇന്റർവെൻഷൻസ്. ഈ കുറെ ദൈവങ്ങളെയും അതുപോലെ തന്നെ ഗ്രീക്ക് ലിറ്ററേച്ചറിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ദൈവങ്ങളുണ്ട്. അതായത് ഗോഡസ് ഓഫ് ലവ്, ഗോഡസ് ഓഫ് ഇൻസ്പിറേഷൻ, ഗോഡസ് ഓഫ് നോളജ്, ഗോഡസ് ഓഫ് ബ്യൂട്ടി, അങ്ങനെ ഓരോ കാര്യങ്ങൾ
ക്കും അതിന് ഓരോരോ ദൈവങ്ങളുണ്ട് ഗ്രീക്ക് ലിറ്ററേച്ചറിൽ. അപ്പൊ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ഗോഡ് ഇവിടെ അവരുടെ ഒരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഓരോരോ ഗോഡിനെ ഇൻവോക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഗ്രീക്ക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഗ്രീക്ക് എപ്പിക് പോയിന്റ്സ് കൂടുതലായിട്ടും കാണാൻ സാധിക്കും. എപ്പിക് അതായത് നമ്മുടെ ഒഡീസിയിലും അതുപോലെ ഒത്തിരി ഗോഡ്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മ്യൂസ് എന്ന് പറയുന്ന ഗോഡസ് ഓഫ് ഇൻസ്പിറേഷൻ വരുന്നുണ്ട്, പിന്നെ സിയൂസ് ഗോഡ് വരുന്നുണ്ട്, അഥീന വരുന്നുണ്ട്. ഇവരൊക്കെ ഗ്രീക്ക് ലിറ്ററേച്ചറിലുള്ള ഗോഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഗോഡസ് അഥീന, അഥീന എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ഗോഡസ് അഥീനയാണ് ഒഡീസിയസിനെ തിരിച്ച് തന്റെ സ്വന്തം രാജ്യമായ ഇത്താക്കയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഗോഡസ് അഥീനയാണ്. ഓക്കെ, അതിനുശേഷം ടെലിമാക്കസ് എന്ന് പറയുന്നത് ഒഡീസിയസിന്റെ മകനാണ് ടെലിമാക്കസ്. അപ്പൊ ടെലിമാക്കസ് തന്റെ അച്ഛൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ തന്റെ അമ്മയെ കല്യാണം കഴിക്കണം, പെനലോപ്പിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി വേറെ രാജ്യത്തുള്ള സ്യൂട്ടേഴ്സ്, വേറെ രാജ്യത്ത് കുറെ രാജാക്കന്മാർ വന്ന് ഇവരുടെ കൊട്ടാരത്തിൽ താമസം ഉണ്ട്. അപ്പൊ അവരെയൊക്കെ വളരെ അവര് പറഞ്ഞു വിടാനും പറ്റില്ല, എന്നാൽ അവരവിടെ നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ടെലിമാക്കസിനെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, Athemachus has active involvement in supporting Odysseus and his family throughout the epic. In Ithaca, Penelope's suitors are depicted as a disruptive force, consuming Odysseus' resources and threatening the stability of his household. Their arrogance and disrespect will be a conflict in the epic. Later, it can be seen that Telemachus is inspired by Athena's words to take a more assertive role. This marks the beginning of his own journey of growth and discovery. The poem employs foreshadowing to hint at the challenges and adventures Odysseus will face on his journey home. This builds anticipation and sets the tone for the epic's unfolding narrative. അതായത് അഥീന, ഞാൻ പറഞ്ഞു ഗോഡസ് അഥീന ഒരു അതായത് ഗോഡസ് ആയിട്ട് ക്യാരക്ടർ ആയിട്ട് ഡിസ്ഗൈസ് മീനിങ് വേഷം കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും ഈ ദൈവങ്ങൾ മനുഷ്യരുടെ മുന്നിൽ ദൈവമായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടില്ല. അവർ വേറൊരു ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് ഡിസ്ഗൈസ് ചെയ്താണ് ഈ മനുഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഗോഡസ് അഥീനയും ടെലിമാക്കസിന്റെ ഫ്രണ്ടിൽ ഒരു വേറൊരു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുന്ന ടെലിമേനെ ഇങ്ങനെ കുറെ ശല്യം ചെയ്യുന്നുണ്ട്. അമ്മ ഈ പെനലോപ്പിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നിട്ടുള്ള ഈ സ്യൂട്ടേഴ്സിനെ വളരെ ഡിസ്റപ്റ്റീവ് ഫോഴ്സ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അവർ വളരെ ബുദ്ധിമുട്ട് ആ രാജ്യത്ത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒഡീസിയസ് അത്രയും നാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച ആ രാജകൊട്ടാരത്തിലെ എല്ലാ റിസോഴ്സും അവർ നശിപ്പിച്ചു കളയാണ് ഈ സ്യൂട്ടേഴ്സ്. അപ്പൊ ഇതിനെതിരെ ഒന്നും തിരിച്ചടിക്കാനുള്ള കഴിവ് ആർക്കില്ല, ടെലിമാക്കസിന് ഇല്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, ഗോഡസ് അഥീന വന്നിട്ട് ടെലിമാക്കസിനെ ഇൻസ്പയർ ചെയ്യണം, നീ ഇങ്ങനെ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യൂ, നിന്റെ അച്ഛനെ പറ്റി നീ മീൻസ് നിന്റെ അച്ഛനെ പറ്റി നീ അന്വേഷിക്കും, കൂടാതെ ഈ പറയുന്ന സ്യൂട്ടേഴ്സിനെതിരെ നീ ഫൈറ്റ് ചെയ്യൂ എന്ന് ഗോഡസ് അഥീനയാണ് ഒരു പവർ കൊടുക്കുന്നത്, ആർക്ക്, ടെലിമാക്കസിന് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഗോഡസ് അഥീനയുടെ വാക്ക് കേട്ടുകൊണ്ട് ടെലിമാക്കസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അദ്ദേഹത്തിന്റെ ബിഗിനിങ് ഓഫ് ഹിസ് ജേർണി ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിസ്കവറി, അദ്ദേഹം ആ ഒരു സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഇവരോട് പോരാടുന്നുണ്ട്, ഈ സ്യൂട്ടേഴ്സിനെതിരെ പോരാടുന്നുണ്ട്. Overall, Book 1 serves as an effective exposition, laying the groundwork for the themes of the epic, introducing key characters, and initiating the central conflicts that will drive the story. The mixture of mortal and divine perspectives, along with the themes of loyalty and the hero's journey, begins to unfold in his opening book. Second. Just for a second.
എന്താണ്? Okay, so the mixture of mortal and divine perspectives, along with the themes of loyalty and the hero's journey, begins to unfold in his opening book. Besides the invocation to the muse, aligns the epic with a rich tradition of storytelling, emphasizing the epic's divine inspiration. Okay, but ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഞാൻ ബുക്ക് 20 എന്നാണ് പറഞ്ഞത്. ബുക്ക് അല്ല, ബുക്ക് 1 ആണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബുക്ക് 1 ആദ്യം ഉണ്ട്. അതില് ഫസ്റ്റ് ബുക്കിലെ ഫസ്റ്റ് 20 ലൈൻസ് ആണ് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ബുക്കിലെ ആദ്യത്തെ 20 ലൈൻസ് ആണ്. അപ്പൊ അതിൽ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്ന എന്താണ് ഈ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സിനെ ഞാൻ ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്. ഇൻട്രൊഡ്യൂസ് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ മാം. ഒരു സെക്കൻഡ്, 1 സെക്കൻഡ്. ഹലോ, ഇതുവരെ കുറച്ച് പറഞ്ഞില്ല 20 ബുക്സ്, അതിന് ശേഷം കേട്ടിട്ടില്ല, ബ്രേക്ക് ആയിരുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ബുക്ക് 20 ആണ് പഠിക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു. ബുക്ക് 20 അല്ല, ബുക്ക് 1 ആണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ദ ഒഡീസി എന്ന് പറയുന്ന ഗ്രേറ്റ് എപ്പിക് പോയത്തിൽ ടോട്ടൽ 24 ബുക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ബുക്കിലെ ആദ്യത്തെ 20 ലൈൻസ് ആണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് 20 ലൈൻസിൽ എന്താണ് ഓവറോൾ എന്താണ് പറയുന്നത്? ആ ഒരു ടോട്ടൽ ഒഡീസി എന്ന് പറയുന്ന എപ്പിക്കിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ വരുന്ന തീംസ് എന്തൊക്കെയാണെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന കോൺഫ്ലിക്ട്സ് എന്താണ്, ഇതൊക്കെയാണ് ആ ഒരു ഫസ്റ്റ് 20 ലൈൻസിലൂടെ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറെ ഡിവൈൻ പെർസ്പെക്റ്റീവ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഡിവൈൻ ഇന്റർവെൻഷൻസ് വരുന്നുണ്ട്. കുറെ ഗോഡ്സ് വരുന്നുണ്ട്, ഗോഡസ് വരുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ജസ്റ്റ് വരുന്നത് ഗോഡസ് അഥീന വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവൊക്കേഷൻ ഓഫ് മ്യൂസ് വരുന്നുണ്ട്. അപ്പൊ കുറെ ഡിവൈൻ ഇന്റർവെൻഷൻസും ഈ ഒരു ഇതിലൂടെ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഒഡീസിയസിന്റെ ആ ഒരു ജേർണി, അദ്ദേഹം ആ ഒരു ഇത്താക്ക എന്ന് പറയുന്ന രാജ്യത്തെ രാജാവാണ് ഒഡീസിയസ്. പക്ഷെ അദ്ദേഹം ആ ഒരു വാറിന് വേണ്ടി, ട്രോജൻ വാറിന് വേണ്ടി അദ്ദേഹം 10 വർഷം വേറെ സ്ഥലത്തായിരുന്നു. ട്രോജൻ വാറിന് വേണ്ടിയിട്ട് അവിടെയായിരുന്നു. അതിനുശേഷം ആ ഒരു വാറെല്ലാം കഴിഞ്ഞതിന് ശേഷം 10 വർഷത്തിന് ശേഷം തന്റെ സ്വന്തം രാജ്യമായ ഇത്താക്കയിലേക്ക് തിരിച്ചു വരുന്നതാണ് ഈ ഒരു ദ ഒഡീസിയസിന്റെ ദ ഹോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് 20 ലൈൻസിൽ ജസ്റ്റ് ഈ ഒരു ഇൻട്രൊഡക്ഷനും ഇതിന്റെ ക്യാരക്ടേഴ്സും തീംസും ഒക്കെയാണ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ദ ഒഡീസി എന്ന് പറയുന്നത് ഹോമറിന്റെ വർക്കാണ്. പക്ഷെ ഒരുപാട് റീഡിങ്സും ക്രിട്ടിക്കൽ സ്റ്റഡീസും അനാലിസിസും ഒക്കെ വന്നിട്ടുള്ള ഒരു വർക്കാണ് ദ ഒഡീസി. അതായത് ഗ്രീക്ക് ലിറ്ററേച്ചറിലെ ഒരു ഇമ്പോർട്ടന്റ് വർക്കാണെങ്കിൽ പോലും അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം ഒത്തിരി റീഡിങ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിലേക്ക് വരുമ്പോ ഈ ഒഡീസിയസ് എന്നുള്ളത് ഉലീസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒഡീസി എന്ന് പറയുന്ന സെയിം ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വന്നപ്പോ അതിനെ ഉലീസസ് എന്നാക്കിയിട്ടുണ്ട്. അതായത് കുറെ പോയിന്റ്സ് നമുക്ക് ഉലീസസ് ടൈറ്റിലുള്ള കുറെ വർക്കുകൾ ഉണ്ട്. അതുപോലെ തന്നെ ആൽഫ്രഡ് ലോട്ടനിസിന്റെ ഒക്കെ ഒരു പോയം തന്നെ ഉലീസസ് എന്നുള്ള പോയമാണ്. അതിനകത്ത് ഈ പറയുന്ന ഒഡീസിയസിന്റെ ജേർണി തന്നെയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി റീവർക്സും റീറീഡിങ്സും ക്രിറ്റിസിസംസും ഒക്കെ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് വർക്കാണ് ഹോമറിന്റെ ദി ഒഡീസി എന്നുള്ളത്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ദ ഒഡീസി ബൈ ഹോമർ. ഓക്കെ, അപ്പൊ സമയം ഇപ്പൊ ക്ലിയർ ആണെങ്കിൽ
നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ബസ്. ഞാൻ ക്ലിയർ ആണ്.